2026 ശേഷം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ട്രെൻഡുകൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ പലരും ചെയ്യുന്ന പരിപാടിയാണ് ഇൻസ്റ്റാഗ്രാം അതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബയോയിൽ കാണുന്ന ഈ ലിങ്ക് വിസിറ്റ് ചെയ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അഥവാ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകളെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബയോ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പലരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇനി അതുണ്ടാവില്ല. ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയാസിൽ ലീഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ലീഡ് ഫോം വെബ്സൈറ്റ് ലീഡ് ഫോമിനേക്കാൾ പവർഫുൾ ആണ് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ബുക്കിംഗ് അപ്പോയിൻമെന്റിന് വേണ്ടി കലൻലി, സെഗ്മോർ ഇതേപോലെയുള്ള ടൂളുകളെ മെറ്റ ഒരു ബുക്കിംഗ് പാർട്ണർ ആക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഓട്ടോമേഷൻ സംവിധാനം കൂടുതൽ ഫെസിലിറ്റി ഒരുക്കി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പലരും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന പകരം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൺവേർഷൻ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതൊരു ട്രെൻഡായിട്ട് മാറും എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ ഫീഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളെ ഫീഡിൽ കൂടുതൽ വരുന്നത്. പക്ഷേ യൂസേഴ്സിന് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഫീഡിൽ കാണിക്കുന്നതിലുപരി അവർക്ക് ഉദ്ദേശിക്കുന്ന കണ്ടന്റുകൾ അവരെ ഫീഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു ഓപ്ഷനാണ് നമ്മളെ ഫീഡെല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് അവരെ ഫീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം, സോഷ്യൽ മീഡിയ ഒരു സെർച്ച് എഞ്ചിനായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, പല ജൻസിയിലുള്ള ആളുകളൊക്കെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു സെർച്ച് എഞ്ചിനായിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകളൊക്കെ നല്ല രീതിയിൽ SEO ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകൾ ChatGPT പോലുള്ള LLM പ്ലാറ്റ്ഫോമിലും വിസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ChatGPT പോലുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള LLM പ്ലാറ്റ്ഫോമുക്കും കൂടി വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകൾ, അതിൽ കിടന്ന ക്യാപ്ഷൻ, കീവേഡ്സ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്ത കാര്യം, എക്സ്പേർട്ട് പേഴ്സണൽ ബ്രാൻഡ് ഇൻഫ്ലുവൻസർ, മെഗാ ഇൻഫ്ലുവൻസറിനെക്കാട്ടിയും കൂടുതൽ ട്രെൻഡായിട്ട് മാറും എന്നുള്ളതാണ്. ആളുകൾ ഒരു നിഷിൽ എക്സ്പേർട്ട് ചെയ്ത ആളുകൾ സംസാരിക്കുന്നതിനെയാണ് വാല്യൂ കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ മെഗാ ഇൻഫ്ലുവൻസേഴ്സിനേക്കാളും കൂടുതൽ ഡിമാൻഡ് എക്സ്പേർട്ട് പേഴ്സണൽ ബ്രാൻഡ് ഇൻഫ്ലുവൻസേഴ്സിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം, 2024, 2025 പലരും പറഞ്ഞതാണ് AI അവതാർ, AI ഇൻഫ്ലുവൻസറൊക്കെ ഭയങ്കര രീതിയിൽ ട്രെൻഡ് ആവും എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം സംഭവിക്കുന്നത് സത്യത്തിൽ, അഥവാ ആളുകൾ എപ്പോഴും AI അവതാർ പോലെയല്ല, AI ക്യാരക്ടറിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അഥവാ റിയൽ ആയിട്ടുള്ള പേഴ്സൺ പറയുന്ന കാര്യങ്ങളിലാണ്, കണ്ടന്റ് ക്രിയേഷനാണ് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അഥവാ ഈ AI അവതാർ പോലെയുള്ള കാര്യങ്ങൾ 2026 വരും ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുന്നതായിരിക്കും, പക്ഷേ റിയാലിറ്റി അതാണ് സംഭവിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം, ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, വേറെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടന്റിന് ഒരു ക്ഷാമമില്ല, ഇഷ്ടം പോലെ കണ്ടന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടന്റുകൾക്ക് പകരം ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഒരു 30 ആവറേജ് കണ്ടന്റിനേക്കാൾ പവറാണ് ഒരു 3 ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓവർ കണ്ടന്റിലുപരി ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രാധാന്യം എന്നുള്ളതാണ്. ഓരോ ബ്രാൻഡിനും ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗിൽ നാനോ ആൻഡ് മൈക്രോ ഇൻഫ്ലുവൻസർക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അഥവാ മെഗാ ഇൻഫ്ലുവൻസിനേക്കാളും കൂടുതൽ മൈക്രോ ആൻഡ് നാനോ ഇൻഫ്ലുവൻസേഴ്സിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു മെഗാ ഇൻഫ്ലുവൻസേഴ്സ് ഏകദേശം 1 മില്യൻ്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്
ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം കൊടുക്കുന്നതിന് പകരം ഒരു 10 12 നാനോ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഒരു 50,000 30,000 രൂപയ്ക്ക് നമുക്ക് പരിപാടി തീർക്കാം. അതിനായിരിക്കും കൂടുതൽ വാല്യൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ അടുത്ത കാര്യം, പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ലിങ്ക്ഡിനിൽ ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾക്ക് പ്രത്യേകിച്ച് ഈ ഷോർട്ട് ഫോം വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് ലിങ്ക്ഡിനിൽ കൂടുതൽ ട്രെൻഡായിട്ട് മാറും എന്നുള്ളതാണ്.